ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ വ്യവസ്ഥാപിത നയമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം പ്രതിരോധ സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾ വ്യക്തമാക്കുന്നതാണ്. ദൌത്യത്തിൽ ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് നോക്കാം. ഓപ്പറേഷൻ സിന്ദൂർ വെറും തന്ത്രപരമായ വിജയത്തിന്റെ കഥയല്ല. ഇന്ത്യയുടെ പ്രതിരോധ തദ്ദേശീയവൽക്കരണ നയങ്ങളുടെ സാധൂകരണമാണിത്. ഡ്രോൺ യുദ്ധത്തിലായാലും പലതലങ്ങളിലുള്ള വ്യോമ പ്രതിരോധത്തിലായാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാഴികക്കല്ലാണ്. 2025 മെയ് 7-8 രാത്രിയിൽ അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, ഭുജ് എന്നിവയുൾപ്പെടെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങളെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു. ഇന്ത്യയുടെ വ്യോമ സംവിധാനമായ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇവയെ നിർവീര്യമാക്കി. മെയ് 8 രാവിലെ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ വ്യോമ പ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ലക്ഷ്യമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പെച്ചോറ OSAAK ലോ ലെവൽ എയർ ഡിഫൻസ് തോക്കുകൾ ഇന്ത്യ പ്രയോഗിച്ചു. വ്യോമാക്രമണങ്ങളിൽ നിന്ന് ദുർബല പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള തദ്ദേശീയ ഉപരിതല വ്യോമ മിസൈൽ സംവിധാനം ആകാശ് ഉപയോഗിച്ചു. ഇതിലൂടെ ഗ്രൂപ്പ് മോഡിലോ ഓട്ടോണമസ് മോഡിലോ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ കഴിയും. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു. പാകിസ്ഥാനിലെ പ്രധാന വ്യോമതാവളങ്ങളായ നൂർഖാൻ, റഹിംയാർ ഖാൻ എന്നിവിടങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യയുടെ ആക്രമണങ്ങൾ നടന്നത്. സൂയിസൈഡ് ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ ആക്രമിക്കുന്നതിന് മുൻപ് ലക്ഷ്യസ്ഥാനം തിരഞ്ഞു ഉറപ്പിക്കാൻ കഴിയുന്നവയാണ്. ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം രാഷ്ട്രത്തിന്റെ കരുത്ത് വ്യക്തമാക്കി. പാകിസ്ഥാന് ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് വെറും 23 മിനിറ്റിനുള്ളിൽ ദൌത്യം പൂർത്തിയാക്കി ഇന്ത്യ സാങ്കേതിക മികവ് പ്രകടമാക്കി. നിർവീര്യമാക്കിയ പാകിസ്ഥാന്റെ ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളും ഇന്ത്യ പുറത്തുവിട്ടു. ചൈനീസ് നിർമ്മിത PL-15 മിസൈലുകളുടെ ഭാഗങ്ങൾ, യഹ എന്നുപേരുള്ള ടർക്കിഷ് നിർമ്മിത UAVകൾ, ദീർഘദൂര റോക്കറ്റുകൾ, ക്വാഡ് കോപ്റ്ററുകൾ, വാണിജ്യ ഡ്രോണുകൾ എന്നിവ കണ്ടെടുക്കുകയും തിരിച്ചറിയുകയും ചെയ്തു. വിദേശത്ത് നിന്ന് ലഭിക്കുന്ന നൂതന ആയുധങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടും ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തൊടാൻ പോലും പാകിസ്ഥാനായില്ല. കരസേനയിൽ നിന്നും വ്യോമസേനയിൽ നിന്നുമുള്ള കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ അസറ്റുകൾ, വ്യോമ പ്രതിരോധായുധങ്ങൾ എന്നിവയും സജ്ജമാക്കിയിരുന്നു. പരമ്പരാഗതവും ആധുനികവുമായ നിരവധി വ്യോമ പ്രതിരോധായുധ സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കിയിരുന്നു. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കുറഞ്ഞത് 10 ഉപഗ്രഹങ്ങളെങ്കിലും തുടർച്ചയായി പ്രവർത്തിച്ചു. മെയ് 9-10 രാത്രിയിൽ നമ്മുടെ വ്യോമതാവളങ്ങളിലും ലോജിസ്റ്റിക് ഇൻസ്റ്റലേഷനുകളിലും പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ആക്രമണങ്ങളെ ഈ ബഹുതല പ്രതിരോധം തടഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ തുടർച്ചയായി സർക്കാർ നിക്ഷേപത്തോടെ നിർമ്മിച്ച ഈ സംവിധാനങ്ങൾ ഓപ്പറേഷനിൽ ശക്തിഗുണിതങ്ങളായി മാറി. തന്ത്രപരമായ മികവിനപ്പുറം ദേശീയ പ്രതിരോധത്തിൽ തദ്ദേശീയ ഹൈടെക് സംവിധാനങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഭാവിയിലെ സംഘർഷങ്ങളിൽ യുദ്ധകളം കൂടുതൽ സാങ്കേതിക വിദ്യയാൽ രൂപപ്പെടും. ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രകടമായ പോലെ ഇന്ത്യ സ്വന്തം നൂതനാശയങ്ങളാൽ സജ്ജമാണ്.